നിങ്ങൾക്ക് പറയാൻ ഒരു അർഹതയില്ല. എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര നാളും ഹിജാബൊക്കെ ഇട്ട് ഫുൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്ന് നല്ല കാശുണ്ടാക്കി. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ബോധോദയം വന്ന് അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മുബി താത്തയില്ലേ, പുള്ളിക്കാരി പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. 2 ദിവസമായി വീഡിയോ ഇറങ്ങിയിട്ട് എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. വേറെ ഒന്നുമല്ല, പുള്ളിക്കാരി ആദ്യം ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ച ഒരു കൊച്ചിനെ റിയാക്ട് ചെയ്തായിരുന്നു. ലൈക്ക് ഹിജാബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ വസ്ത്രമാണ്, അതിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ അവരുടെ പഴയ റീൽസ് ഒക്കെ എടുത്ത് കാണിച്ചായിരുന്നു. അതായത് ഇവർ ഈ ഹിജാബ് ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെ കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട്, അതായത് ഞാൻ മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാ യൂട്യൂബേഴ്സും താത്തേനെ എടുത്ത് ഈ പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കിയിട്ടൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവരൊരു വീഡിയോ ഇട്ടായിരുന്നു. നമുക്കൊന്ന് കാണാം. ഒരു വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് ഐ ക്വിറ്റ്. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അതാണ് കേട്ടോ. കാരണം ഞാനാണെങ്കിൽ പോലും ഇവരുടെ പഴയ വീഡിയോസ് ഒക്കെയാണ് എടുത്തത്. കാരണം ഇവർ 1 ഇയറിന് ശേഷം, അതായത് ഒരു കൊല്ലത്തിന് മുമ്പ് വരെ ഇവർ തട്ടമൊക്കെ ഇട്ട്, അതായത് ഹിജാബൊക്കെ ഇട്ട് ഡാൻസും പാട്ടൊക്കെ കളിക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇവർ പ്രോപ്പറായിട്ട് മതം എന്താണോ പറയുന്നത് അതനുഷ്ഠിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്കറിയില്ലല്ലോ പുള്ളിക്കാരി എന്താ ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ നോക്കിയപ്പോൾ പുള്ളിക്കാരി ഒരു സുപ്രഭാതത്തിൽ ഒന്ന് പറയുകയാണ് ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല. കുറേ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഇവർ മൊത്തം ഹിജാബ് ഇട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഫുൾ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പല നഷ്ടങ്ങളുണ്ടാകും എന്നറിഞ്ഞിട്ടും, എൻ്റെ ഇൻകം വരെ ഇല്ലാതാകും എന്നറിഞ്ഞിട്ടും ഞാൻ ആ ഡിസിഷൻ അങ്ങ് എടുത്തു. അൽഹംദുലില്ലാ. അപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഓപ്പണായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പറയാൻ അർഹതയില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറേ ആളുകൾ ഇതിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിട്ടിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ പുറത്തിട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കിത് പറയാൻ ഒരു അർഹതയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന രീതി അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാം. മറ്റുള്ളവർ എങ്ങനെ വിശ്വസിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. അതിപ്പോൾ നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തെ? നിങ്ങൾ ഈ ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചു, എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് നിങ്ങൾ മാറി. നിങ്ങളത് നിങ്ങളുടെ മതം പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു നിങ്ങളത് 1 ഇയർ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവരും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് മതപോലീസ് ആവാൻ നിൽക്കണ്ട. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരാൾ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് അത് നോക്കുന്നതിൽ അർത്ഥമില്ല. പ്രസൻറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അള്ളാഹ്ക്കറിയാം, എനിക്കത് മതി. എൻ്റെ ചേച്ചി, അള്ളാഹ്ക്ക് നിങ്ങളുടെ മനസ്സറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അള്ളാഹിനേക്കാൾ വലുതല്ലല്ലോ നിങ്ങളുടെ വാക്ക്. നിങ്ങൾ ഒരു കൊല്ലം മുമ്പല്ലേ തീരുമാനിച്ചത് ഇനി ഹിജാബ് ഒക്കെ ഇട്ടിട്ട് നടക്കുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ സ്പോൺസർ ചെയ്ത എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ട് പറയണം, ഞാൻ എൻ്റെ ഇത്ര നാളും ഞാൻ ജീവിച്ചത് ഈ ഒരു രീതിയിലാണ്. ഹിജാബ് ഇട്ടിട്ട് ഞാൻ പല സ്ഥലത്തും പല ഡാൻസും അങ്ങനെയൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നി. എനിക്കൊരു ബോധോദയം വന്നേക്കുകയാണ്. സോ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ തന്ന കാശെല്ലാം ഞാൻ തിരിച്ചു തരുവാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ മൊത്തം ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞൂടെ? അല്ലാണ്ടേക്കാൾ വലുതല്ലല്ലോ ഇതൊന്നും. അപ്പോൾ നിങ്ങൾ 100% ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതല്ല ഞാൻ വാക്ക് കൊടുത്തു പോയതുകൊണ്ട് പണ്ടത്തെ വീഡിയോസ് അവിടെ കിടന്നോട്ടെ, എൻ്റെ അള്ളാനെല്ലാം അറിയാലോ, അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് മതത്തിനോട് തീവ്രമായ ബഹുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് സ്പോൺസേഴ്സിനോട് പറയാം, ഞാൻ നല്ല രീതിയിൽ എൻ്റെ മതം പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതെൻ്റെ പേജിൽ ഇടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോമ്പൻസേഷൻ തരുന്നതായിരിക്കും എന്ന രീതിയിൽ പറയാം. പറഞ്ഞൂടെ? നിങ്ങൾ ഇത്ര നാളും ഹിജാബൊക്കെ ഇട്ട് ഫുൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്ന് നല്ല കാശുണ്ടാക്കി, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ബോധോദയം വന്ന് അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ കൂളായിട്ട് പോകുന്നു. നല്ല കാര്യമാണ്, ബോധോദയം വരുന്നതും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അഡ്വൈസ് ആയിട്ട് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ പിന്നെ ആരും ചൊറിയാനൊന്നും വരില്ലല്ലോ. നിങ്ങളുടെ ഈ രീതി മാത്രമല്ല. ഇനി ചിലർക്ക് ഞാൻ മാറ്റം കൊണ്ടുവന്നെങ്കിലും മുഖം മറയ്ക്കാത്തതാണ് ബുദ്ധിമുട്ട്. എങ്കിൽ പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനുമായ മുഫ്തി മെങ് പറയുന്നതൊന്ന് കേട്ടു നോക്കാം. Niqab compulsory? No. Any explanation on that? It's highly recommended in Islam, but I personally follow the opinion that it's not compulsory. നിക്കാബ് ധരിക്കുക, മുഖം മറയ്ക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. പക്ഷേ മുഖം മറയ്ക്കണം, നിർബന്ധമായും വേണം എന്ന് ഖുർആനിലോ ഹദീസിലോ പറയുന്നതായി എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ 2 അഭിപ്രായം അതിലുണ്ട്. സോ നിർബന്ധമാണെന്നും പറയാൻ കഴിയില്ല. നിർബന്ധമല്ല, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമല്ലേ. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾക്കത് ചെയ്തുകൂടാ? എൻ്റെ ഒപ്പീനിയനാണ്. മറ്റേ കൊച്ച് തട്ടുവിട്ടിട്ട് ഡാൻസ് കളിച്ചതിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നു. ഞാൻ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് മുഖം മറച്ച് നടക്കുന്നത്. നാളെ മുതൽ നിങ്ങൾ മുഖം മറച്ച് നടക്കണം. കാരണം ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയുന്നത് മുഖം മറച്ച് നടക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ മുബി ചേച്ചി മുഖം മറച്ച് തന്നെ നടക്കണം കേട്ടോ. കാരണം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളാണ്. സോ അതുകൊണ്ടാണ് ഞാനും ഉപദേശിക്കുന്നത്. ഞാനൊരിക്കലും ഒരാളുടെയും
പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ. ഇനി അവസാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഹിജാബ് ഇട്ട് സംസാരിക്കാമോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനത്തിലിരിക്കും. നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കാം. ഹറാം ഈസ് ഹറാം. അതിപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെ. ആരും ആരെക്കാളും വലുതല്ല, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ കൺമുൻപിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കാം. എനിക്ക് വായിക്കാനല്ലേ അറിയൂ, എഴുതാൻ അറിയില്ലല്ലോ. ആ ഒരു മെത്തേഡാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന രീതിയിലാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ പാട്ടില്ലേ, ഈ സോഷ്യൽ മീഡിയ സിനിമയുടെ ക്ലിപ്സ് ഇല്ലേ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ അത് മതപരമായ തെറ്റല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങളുടെ പഴയ വീഡിയോസും സോഷ്യൽ മീഡിയയിലുണ്ട്, അത് തന്നെ നിങ്ങൾ കാണുമ്പോൾ അത് വലിയ സീനല്ലേ, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയ ഇൻസ്റ്റ അക്കൗണ്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ 5 നേരം നിസ്കരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് എൻ്റെ ഒരു ഉപദേശമായിട്ട് കൺസിഡർ ആക്കിയാൽ മതി. ഗൈസ്, പേഴ്സണലി ഞാൻ ആരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാറൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോഴേ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പിടിക്കാത്തതാണ്. പിന്നെ ഈ ചില വീഡിയോസ് കാണുമ്പോഴേ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മളുടെ ചിന്താഗതി, നമുക്ക് തീവ്രമായ ഒരു ചിന്താഗതി ഉണ്ടാവും, പക്ഷേ അത് മറ്റുള്ളവരും അതേപോലെ ആകണമെന്ന് പറയുന്നത് വളരെ മോശമല്ലേ? ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതി ഉണ്ടാവും, അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് വിട്ടുകൊടുക്കുക. എൻ്റെ ഇഷ്ടം എന്താണ് അത് ഞാൻ മാത്രം ഫോളോ ചെയ്താൽ പോരെ? എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ ഇഷ്ടത്തിനൊത്ത് നടക്കണമെന്ന് പറയുന്നത് അത് ഒരുമാതിരി മറ്റേടത്തെ ഏർപ്പാടല്ലേ? പിന്നെ എന്തു തന്നെ ആയാലും ഈ മതം എന്ന് പറയുമ്പോൾ കുറച്ച് സെൻസിറ്റീവാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞൊക്കെ വരും. ഇത് ഞാനിപ്പോൾ പറയുന്ന ഇസ്ലാമാണ്. അതായത് ഈ ചേച്ചി ഇസ്ലാം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ പറ്റി പറയുന്നത്. നാളെ ഇപ്പോൾ ഹിന്ദുക്കളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വരും, എല്ലാവരും, വേറെ ആൾക്കാരും വരും, ഇത് ഞങ്ങളുടെ മതത്തിനെ വ്രണപ്പെടുത്തിയത്. അതല്ല നമ്മൾ ക്രിസ്ത്യൻസിനെ പറ്റിയാണ് പറഞ്ഞാൽ അതും വരും. അപ്പോൾ ഇത് ഒരിക്കലും മതത്തിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ ഈ മുബിത്താത്തയുടെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. ഒരു മതത്തിനെയോ അവരുടെ വിശ്വാസത്തിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ അല്ല. ഒരു ഡിസ്ക്ലൈമർ ആയിട്ടൊന്ന് കണക്കാക്കിയൊക്കെ. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.